അപ്പോൾ നിങ്ങളുടെ ലിംഗം 4 ഇഞ്ചോ അല്ലെങ്കിൽ 3.5 അല്ലെങ്കിൽ 3 ആയിക്കോട്ടെ, അതുകൊണ്ട് ഒരു സ്ത്രീയെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി പറ്റുമോ? ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ലിംഗം ചെറുത് എന്ന് പറയുന്നത് 2.5 അതിന് താഴോട്ടേക്ക് വരുമ്പോഴാണ് അതൊരു മൈക്രോ ലിംഗമായിട്ട് കണക്കാക്കുക. അത് ചിലപ്പോൾ ഹോർമോണിന്റെ ഇതോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് മൈക്രോ ആയിട്ടുള്ള ലിംഗം. ഇതിനിപ്പോൾ ട്രീറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് വലുതാക്കാനുള്ള സർജറികളുണ്ട്, ട്രീറ്റ്മെന്റും ഒക്കെ ഉണ്ട്. എന്നാൽ നിങ്ങളൊരു 3.5 അല്ലെങ്കിൽ 4 ഇഞ്ചസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ചെറുതെന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല, അത് പറയാൻ പാടില്ല എന്നാണ്. കാരണം ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു യോനിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 4 ഇഞ്ചസ് ഒക്കെയാണ് വരുന്നത്. അതിൽ തന്നെ 1 തൊട്ട് 2 ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഭയങ്കര സുഖം കൊടുക്കുന്ന നെർവ് എൻഡിങ്സുകൾ യോനിയിലുള്ളത്. അപ്പൊ ആ ഒരു ഭാഗത്ത് അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അത് അത്ര കിടക്കുന്നതായിട്ടോ ഒരു സുഖം ഒന്നും അറിയില്ല. പക്ഷെ ആ ഒരു 1-2 ഇഞ്ച് ഉള്ളിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സുഖം അറിയുന്ന ആ ഭാഗമുള്ളത്. അപ്പൊ നിങ്ങളുടെ 3 ആണെങ്കിലോ 3.5 ആണെങ്കിലോ 4 ഇഞ്ചസ് ആണെങ്കിലോ അവർക്ക് ആ ഒരു ഉത്തേജനം കൊടുക്കാനും സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പുരുഷന്മാരിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന പോലെ സ്ത്രീകൾ ഒരിക്കലും ഈ വലിപ്പത്തെക്കുറിച്ച് കണ്ണാകുന്നില്ല. അവർക്ക് എപ്പോഴും ഒന്ന് ഓർത്ത് നോക്കി, ഒരൊറ്റ വിരലും കൊണ്ട് ഇതോ ഒരൊറ്റ വിരലും കൊണ്ട് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ആളാണ് ഈ സ്ത്രീ. അതായത് അവർ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഒരൊറ്റ വിരലുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് ക്രിസലിയിൽ വരുന്ന ഒരു ഉത്തേജനം കൂടി അപ്പം അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരെ വളരെയധികം മെന്റലി കണക്റ്റഡ് ആവുക ഒരു സ്ത്രീ ആവശ്യമുള്ള കേട്ടോ. നിങ്ങളുടെ കൈയും വായും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ രതിമൂർച്ച കിട്ടുന്നത്. 80% വരുന്ന സ്ത്രീകൾക്കും ലിംഗപ്രവേശനത്തിലൂടെ രതിമൂർച്ച കിട്ടുന്നില്ല എന്ന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടാണ്. സർവേ ഒക്കെ നടത്തിയിട്ട് പ്രൂവ് ചെയ്യിച്ച ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ലിംഗ വലിപ്പത്തെക്കുറിച്ചോ നീളത്തെക്കുറിച്ചോ ഇതാകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പോൺ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ടുള്ള അബദ്ധധാരണകൾ വെച്ച് ഇപ്പൊ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അവർ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഒരു സ്ത്രീനെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അവർ സ്കില്ലാണ്, അല്ലാണ്ട് ലിംഗ വലിപ്പം കൂടിയിട്ട് ഒരു കാര്യമില്ല. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് നിങ്ങളുടെ കൈകളോ പോർലികളുടെ ലിംഗബന്ധ നിങ്ങളുടെ സ്കില്ലാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതും അത് തന്നെ. ഇപ്പൊ നിങ്ങൾ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ച് ലൈംഗികത്തിൽ ഏർപ്പെടുന്ന താല്പര്യമൊക്കെ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡന്റ് ഇല്ല, നിങ്ങളുടെ ലിംഗം അവളെ കാണിക്കാൻ വേണ്ടി ചെറുതാണെന്ന് അവള് പറയൂ. ഇങ്ങനെയൊക്കെ കോൺഫിഡന്റ് തുറന്ന് സംസാരിക്കുക. നിങ്ങളിപ്പോ ഡേറ്റിങ്ങിന് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പോ ഇതാണ് എന്റെ സൈസ്, എനിക്ക് നല്ല സ്കിൽഡ് ഉണ്ട്, ഞാൻ നന്നായിട്ട് ഫോർപ്ലേ ഒക്കെ ചെയ്യാനുള്ള ഇതുണ്ട്. നിങ്ങൾക്ക് അവർക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ വരത്തുള്ളൂ. അല്ലാണ്ട് ഇത് പേടിച്ച് പോയിട്ട് കാണിച്ച് പിന്നെ ഇൻസെക്യൂറായി പിന്നെ അതായി ഇതായി എന്നുവെച്ചാൽ വിവരമില്ലാത്ത കുറെ സ്ത്രീകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവര് എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം ഓപ്പൺ ആയിട്ട് സംസാരിക്കുക വേണ്ടത്. ലിംഗവലിപ്പം എങ്ങനെ കൂട്ടാം, ഇങ്ങനെയൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. ശരിക്കും നമ്മള് നിങ്ങളുടെ എക്സ്ട്രാ ഒരു കുറച്ചുകൂടി വലിപ്പം കൂട്ടണം എന്നുള്ളവരാണെങ്കിൽ സർജറിയാണ് മാർഗം. പിന്നെ നിങ്ങളുടെ ലിംഗം ചുരുങ്ങിപ്പോയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം സ്മോക്കിങ്, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് കൊണ്ടൊക്കെ ചുരുങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ, ഇപ്പൊ തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ തടി കുറച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വലുതായിട്ട് കാണിക്കുക ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ പറയാം. അതാണ് വയവേദ്യന്റെ പവർ റോൾ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലിംഗത്തിന്റെ യഥാർത്ഥ സൈസിലേക്ക് ബ്ലഡ് ഫ്ലോ എല്ലാം കൂട്ടിയിട്ട് യഥാർത്ഥ സൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ലിംഗത്തിന്റെ ലെങ്ത് മാത്രമല്ല തിക്നെസ്സും കൂട്ടിയിട്ട്, അതായത് യഥാർത്ഥ സൈസിലേക്ക് എക്സ്ട്രാ കൂടുതൽ കേട്ടോ, നിങ്ങളുടെ യഥാർത്ഥ സൈസിലേക്ക് അത് കൂട്ടിയിട്ട് നിങ്ങളുടെ സ്റ്റാമിന കൂട്ടാനും സഹായിക്കുന്നു. റോളോണാണ്. അത് നിങ്ങൾക്ക് എടുത്തിട്ട് മസാജ് ചെയ്തിട്ട് കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ മസാജ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് കേട്ടോ, തേക്കാവുന്നതാണ്. ഞാനുള്ള ആ സെൻസേഷൻ കൂട്ടാനും കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഫോർസ്കിന്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ലിംഗം ഇങ്ങനെ പുറകോട്ട് വരാത്ത ആ പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ
ഇത് തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ശരിയാക്കാവുന്ന കേട്ടോ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ശിലാജിത്ത് നിങ്ങളുടെ സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതിലുള്ള ശിലാജിത്ത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാനും സ്റ്റാമിന കൂട്ടാനും സഹായിക്കുന്നുണ്ട്. അശ്വഗന്ധ ലിംഗത്തിന്റെ നീളം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അഗാർക്കരയും ജയ്പാലും ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. ഫറും കസ്കസും ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര എനർജി പ്രദാനം ചെയ്യാനൊക്കെ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.